ആശാ വർക്കേഴ്സിന്റെ ആവശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി പാർലമെന്റിന് മുന്നിൽ UDF എംപിമാരുടെ പ്രതിഷേധം നടക്കുകയാണ്. ആശാ വർക്കേഴ്സിന്റെ സേവന വേതന വ്യവസ്ഥകൾ പുനഃക്രമീകരിച്ച് നൽകണമെന്ന് എംപിമാർ ആവശ്യപ്പെട്ടു. ആശാ വർക്കേഴ്സിന്റെ സമരത്തെ സംബന്ധിച്ച കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നഡ്ഡ അറിയിച്ചു. അടൂർ പ്രകാശ് MPയുടെ ചോദ്യത്തിന് പാർലമെന്റിൽ മറുപടി പറയുകയായിരുന്നു JP നഡ്ഡ. PG വിനീത ഞങ്ങളുടെ പ്രതിനിധി നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, ഇപ്പോൾ ഈ UDF എംപിമാരുടെ പ്രതിഷേധം പാർലമെന്റിന് മുന്നിൽ നടക്കുകയാണല്ലോ. ഇന്ന് പാർലമെന്റിൽ സഭയിൽ ഈ കാര്യങ്ങൾ അടൂർ പ്രകാശ് MP ഉന്നയിച്ചപ്പോൾ എന്താണ് കേന്ദ്ര ആരോഗ്യമന്ത്രി നൽകിയ മറുപടി? ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്താണ്? ജിക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ ആശാപ്രവർത്തകർക്ക് നീതി ഉറപ്പാക്കണം, അവരുടെ സമരം എത്രയും വേഗം അവസാനിപ്പിക്കാൻ ഇടപെടൽ നടത്തണം, ഒപ്പം തന്നെ അവരുടെ വേതനത്തിലടക്കമുള്ള അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കണം തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഈ സഭ സമ്മേളിക്കുന്നതിന് മുൻപായി തന്നെ UDF എംപിമാരുടെ നേതൃത്വത്തിൽ പാർലമെന്റിന് മുൻപിൽ ഈ പ്രതിഷേധം നടത്തിയിരുന്നത്. കേരളത്തിലെ ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകൾ പുനർക്രമീകരിച്ചു നൽകണം, ഒപ്പം തന്നെ ഒരു മാസക്കാലമായി അവർ തുടരുന്ന സമരം അത് അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച് ആശാ വർക്കർമാർക്ക് നീതി ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഈ എംപിമാർ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ ജിക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ JP നദ്ദയുടെ ഒരു പ്രതികരണം കൂടി ലഭ്യമായിട്ടുണ്ട്. ഇത് അടൂർ പ്രകാശ് MP നൽകിയ കത്തിലാണ് ഈ മറുപടി പറഞ്ഞിരിക്കുന്നത്. കത്തിൽ പ്രധാനമായും ഈ ആശാ വർക്കർമാരുടെ പ്രതിഷേധം കേരളത്തിൽ തുടരുകയാണെന്നും ഈ വിഷയങ്ങളിൽ ഇടപെടൽ നടത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് അടൂർ പ്രകാശ് JP നദ്ദയ്ക്ക് കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ കത്തിൽ ഈ വിഷയങ്ങൾ താൻ പരിശോധിച്ചു വരികയാണെന്നൊരു മറുപടിയാണ് JP നദ്ദ നൽകിയിട്ടുള്ളത്. നേരത്തെയും സമാനമായി കൊടിക്കുന്നിൽ സുരേഷും ഇത്തരത്തിലേക്കൊരു കത്ത് നൽകിയപ്പോഴും അതിനും ഈ സമാന മറുപടി തന്നെയായിരുന്നു JP നദ്ദയുടെ ഭാഗത്ത് നിന്ന് വന്നിരുന്നത്. ജിക്ക് വിനീത VG ആണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.